മറ്റൊരു വാർത്ത കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിൽ അമ്മ കുഞ്ഞിനെയും എടുത്ത് പുഴയിൽ ചാടി. ചെമ്പല്ലിക്കുണ്ട് പുഴയിലാണ് സംഭവം. പുലർച്ചെ 2:30-ഓടെയാണ് ചാടിയത്. ഇരുവർക്കുമായി തിരച്ചിൽ തുടരുകയാണ്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, പുലർച്ചെ അമ്മയും കുഞ്ഞും പുഴയിൽ ചാടി എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. എന്തൊക്കെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നു? തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ടോ? അടുത്തില വയലപ്രയിലെ MP റീമയാണ് തന്റെ 2.5 വയസ്സുള്ള കുഞ്ഞിനെയുമായി പുഴയിലേക്ക് ചാടിയിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെ, ഇന്ന് പുലർച്ചെ ഏതാണ്ട് 2:30 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഒരു സ്കൂട്ടിയിൽ കുഞ്ഞിനെ ആയി പുഴയുടെ അടുത്തേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷം അവിടെ ചെമ്പല്ലിക്കുണ്ട് പാലത്തിന് മുകളിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടിയെന്നാണ് ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം. അതായത് രാവിലെ ഇവരുടെ സ്കൂട്ടർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇവിടെ കണ്ടെത്തിയിരുന്നു. ഒപ്പം രാവിലെ വീട്ടുകാർ ഉണരുമ്പോൾ കുഞ്ഞിനെയും അമ്മയെയും അവിടെ കാണാനുമില്ലായിരുന്നു. തുടർന്ന് പ്രാഥമികമായ ഒരു പരിശോധന നടത്തുന്നതിനിടയിലാണ് ഈ സ്കൂട്ടർ അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. എന്തായാലും അതിനുശേഷമാണ് കുഞ്ഞിനെയും എടുത്ത് മാതാവ് പുഴയിലേക്ക് ചാടിയിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെ മുതൽ തന്നെ അവിടെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ കുറെ കൂടി ഫോഴ്സ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് സംയുക്തമായ ഒരു പരിശോധനയാണ് അവിടെ നടത്തുന്നത്. എന്തായാലും വലിയ അടിയൊഴുക്കുള്ള ഒരു പ്രദേശമാണ്. ആഴം കുറവാണ്, പക്ഷെ വലിയ അടിയൊഴുക്കുള്ള സ്ഥലമാണ് ഇവിടെ. എന്തായാലും ഇപ്പോഴും അവിടെ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്നുള്ള പരിശോധന തുടരുകയാണ്. ശരി സുനിൽ, എന്തായാലും പുഴയിൽ ചാടി അമ്മയ്ക്കും കുഞ്ഞിനുമായുള്ള പരിശോധന പ്രദേശത്ത് തുടരുകയാണ്. പോലീസും ഒപ്പം തന്നെ മറ്റ് സംഘങ്ങളും ഫയർഫോഴ്സും ഒക്കെ എത്തിയാണ് പരിശോധന മുന്നോട്ട് കൊണ്ടുപോകുന്നത് തുടങ്ങിയ വിവരങ്ങൾ കൂടിയാണ് സുനിൽ ഐസക് നൽകിയത് കണ്ണൂരിൽ നിന്നും.